Hello guys, welcome back our channel. Today I am sharing with you adenium propagation. ആദ്യമേ പറയട്ടെ, ഇത് എനിക്ക് അയച്ചു തന്നിട്ടുള്ള വീഡിയോ ആണ്. ഞാനല്ല ഇതിൻ്റെ സംഭവങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് അവർക്ക് ഈ പ്ലാന്റ് അവരെ നൈബറിൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയിട്ട് 3 വർഷമായി. അതിനുശേഷം അതെങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുമെന്ന് പഠിച്ചപ്പോൾ അത് ചെയ്ത് നോക്കുന്ന മെത്തേഡാണ് ഇതിൽ കാണിക്കുന്നത്. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ മണ്ണ് വളം ചകിരിച്ചോറ് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള മിശ്രിതം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിന് വേണ്ടത് ഇതുപോലെ ഒരു മെഴുകുതിരി, ലൈറ്റർ, കത്തി, പിന്നെ കറ്റാർവാഴയുടെ ഒരു ലീഫും. അപ്പോൾ അതിൻ്റെ ജെല്ല് നമ്മൾ റൂട്ട് ഉണ്ടാവാൻ പെട്ടെന്ന് വളരാൻ നല്ലതാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ, ആദ്യം മെഴുകുതിരി എടുത്തിട്ട് കത്തി ഒന്ന് ചൂടാക്കി ഈ അഡീനിയം എന്ന് പറഞ്ഞ പ്ലാന്റ് കട്ട് ചെയ്യണം. അതിൻ്റെ ബൾബിൻ്റെ മുകൾ ഭാഗത്തായിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഞാനല്ല കേട്ടോ ചെയ്തതൊന്നും. അപ്പോൾ അവർ വിട്ട് തന്ന വീഡിയോ സെൻഡ് ചെയ്യാൻ പറഞ്ഞതാണ്. ആരെങ്കിലും ആളുകൾക്ക് അത് ഉപകാരം ആയിക്കോളും എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഏറ്റവും ഷോർട്ടായിട്ട് തന്നെ ചെയ്തിട്ട് വിട്ടുതരണം. അപ്പോൾ കത്തി ഒന്ന് ചൂടാക്കിയിട്ട് കട്ട് ചെയ്താണ് ഇത്. ഇനി മെഴുകുതിരിൻ്റെ മെഴുക് നമ്മൾ ആ മുറിവിൽ, ആ പ്ലാന്റിൻ്റെ അവിടെ കറ്റാർവാഴയുടെ നീര് തേച്ചതിന് ശേഷം ഒഴിച്ചൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ എന്നോട് ചെയ്തു നോക്കാൻ പറഞ്ഞു. അങ്ങനെ ചെയ്യണത് നല്ലതാണ്, ഇൻഫെക്ഷനും കാര്യങ്ങളും വരില്ല, പ്ലാന്റ് നന്നായി വളരുകയും ചെയ്യും എന്നാണ് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ. ഇതാണ് നമ്മളെ മദർ പ്ലാന്റ്, അതായത് ഫസ്റ്റ് നമ്മൾ അവരുടെ കയ്യിലുണ്ടായിരുന്ന പ്ലാന്റാണിത്. അപ്പോൾ അതിൻ്റെ അടിയിലാണ് ബൾബ് ഫോം ചെയ്തിട്ടുള്ളത്. ഇനി അതിൽ മെഴുക് എടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഡ്രോപ്പായിട്ട് ഇങ്ങനെ ഇറ്റിച്ച് കൊടുക്കുക. അപ്പോൾ അത് ജന്തുക്കളൊക്കെ വന്ന് പെട്ടെന്ന് കേടാവാതിരിക്കാൻ നല്ലതാണെന്നാണ് അവർ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കമൻറ്റിൽ ചോദിച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ റിപ്ലൈ തരും. എന്നിട്ട് ഫസ്റ്റ് നമ്മൾ കയ്യിൽ ആദ്യം ഉണ്ടായിരുന്ന പ്ലാന്റ് ഇപ്പോൾ ഇവിടെ കുഴിച്ചിട്ടു. പിന്നെ ഇത് ഇവർ പറയുന്നത്, ഇവർ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം ഒരുപാട് തവണ നന്നായിട്ട് ഫ്ലവർ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് എന്നാണ്. എനിക്ക് നല്ല ഇഷ്ടമുള്ള സംഭവം ഉണ്ടായി ഈ അഡീനിയം. പിന്നെ നമ്മൾ ബാക്കി വന്നിട്ടുള്ള ആ പീസും ഇതേ ചട്ടി തന്നെ വേറൊരു ചട്ടിയിൽ കുഴിച്ചിട്ടു. ഇതിൽ സിമെൻറ്റിൻ്റെ ചട്ടികളൊക്കെ അവർ തന്നെ വീട്ടിൽ ഉണ്ടാക്കിയെടുത്തതാണ്. അതിനെക്കുറിച്ചുള്ള വീഡിയോ ഈ വീഡിയോൻ്റെ മുമ്പായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. അത് കാണാൻ താല്പര്യമുള്ളവർ അതൊന്ന് കണ്ടു നോക്കുക. പരമാവധി ലെങ്ത്ത് കുറച്ചിട്ടാണ് ഓരോ വീഡിയോകളും ചെയ്തിട്ടുള്ളത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ. ബൈ ബൈ.